അല്ല അതാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഇത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടും അവരുമായിട്ട് സഹകരിച്ചും അവരുമായി ചർച്ച നടത്തിയും എത്രയോ ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കോർട്ടിൽ സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റുന്നതാണ് നടത്തണമല്ലോ. പക്ഷേ ഇതിപ്പോൾ കോടതിയിൽ കിടക്കുന്നു, തമിഴ്നാട്ടിൻ്റെ അവിടുത്തെ ഒരു വികാരമായി അവരങ്ങനെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമുക്ക് ആ പുതിയ ഡാം വന്നേ പറ്റൂ. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ നടത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വയനാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ആളുകൾക്കിടയിൽ വീണ്ടും ഒരു ഘട്ടമായിട്ട് ആദ്യം ഭയങ്കരമായിട്ട് കൂടുന്നൊരു സാഹചര്യം. അപ്പൊ സർക്കാർ അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? അല്ല, ഏത് കാര്യത്തിൽ സർക്കാർ വരുത്തും? മുല്ലപ്പെരിയാർ അതെ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെയും ഇനി കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പുതിയ ഡാം നിർമ്മിക്കണം, എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. അതിനുള്ള അനുവാദവും അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കണം. ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നു. വളരെ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ആര് മധ്യസ്ഥ എടുത്താലും നമുക്കിത് പ്രയോജനമായി കിട്ടണം. ആരെടുത്താലും ഒരു കുഴപ്പവും ഇല്ല. ഇന്നേവരെ കരുണാനിധിയും PS-ഉം നിരവധി തവണ ഇവിടെ ചർച്ച നടത്തി, ഒരു കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യം അവരുടെ തമിഴ്നാടിൻ്റെ ഒരു വികാരം, അവർക്കൊരു സംശയം ഉള്ളതായിരിക്കാം. ചിലപ്പോൾ വെള്ളം ലഭിക്കാതെ വരും, പുതിയ ഡാം വന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു, കൃത്യമായ എഗ്രിമെൻറ്റോടുകൂടി അതിനകത്ത് വെള്ളം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഡാമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ സുരക്ഷിതമാണ്. അത് തമിഴ്നാട്ടിലെയും കൂടെ ഒരു വിശാല മനസ്സോടുകൂടി അവർ ഇത് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. വിശാലതയോടുകൂടി അത് നമ്മുടെ സുരക്ഷിതരുടെ ആവശ്യമാണ്. വെള്ളം അവർക്കുള്ളതാണല്ലോ. അതാണ്. അപ്പോൾ താങ്ക് യു. നമ്മുടെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും, അതായത് എംപവർ കമ്മിറ്റിയെ ബ്രീഫ് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അത് കേരള കോൺഗ്രസ് എമ്മാണ്. മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അവരുമായിട്ടൊരു 2 മണിക്കൂറോളം ഇരുന്ന്, കാരണം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സുപ്രീം കോടതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനങ്ങൾ കിട്ടി. കാരണം അതിനകത്ത് നാഷണൽ പാർക്കും അതുപോലെ തന്നെ വന്യമൃഗ സംരക്ഷണ നമ്മുടെ നാഷണൽ പാർക്കും അതുപോലെ തന്നെ വൈൽഡ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട് അത് നേരത്തെ ബഫർ സോൺ 1 കിലോമീറ്റർ നമ്മുടെ ഹാബിറ്റാറ്റ് ഏരിയയിലേക്ക് വെക്കണം എന്ന് പറഞ്ഞതിൽ ഒരു റിലാക്സേഷൻ കിട്ടിയത് ആ ഡേറ്റാസും അതോടൊപ്പം തന്നെ അതിനകത്തുണ്ടായ ആർഗ്യുമെൻറ്റുമാണ്. ആ രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭൂമിയുടെ രീതിയും നമുക്കുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയയും നമുക്ക് കൃഷി ചെയ്യാൻ ഡെവലപ്മെൻറ്റ് നടത്താനുള്ള ഏരിയയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലവും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കണ്ടാൽ നമുക്കിത് പ്രയോജനകരമായി കേൾക്കാം. ഞാനിത് പറയുമ്പോഴും വനത്തിൻ്റെ വിസ്തീർണം കുറയുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് സൗത്ത് ഇന്ത്യ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് 26% വനമുണ്ട്. ഈ ചെറിയ നമ്മുടെ കൊച്ചു കേരളത്തിൽ. മറ്റൊക്കെ തമിഴ്നാടും ആന്ധ്രയും അതുപോലെ തന്നെ കർണാടക എടുത്താൽ 19, 20 ഒക്കെ ഉള്ളൂ. ആ ഫോറസ്റ്റ് കവർ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഫോറസ്റ്റ് കവർ ഏറ്റവും കൂടുതൽ 54% കേരള സംസ്ഥാനത്ത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത് 20, 22, 23. ദേശീയ തലത്തിൽ 5 വർഷത്തിന് ശേഷം 33% ആക്കണമെന്നാണ് ലക്ഷ്യം കേന്ദ്രം ഇടുന്നത്. 5 വർഷത്തിന് ശേഷം. ഇപ്പോൾ ശരാശരി 25, 26 ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ 54% ഫോറസ്റ്റ് കവർ. അപ്പോൾ ആ ഫോറസ്റ്റ് കവർ അത്രയും ഉണ്ടെങ്കിൽ അവിടെ ഒന്നും കയ്യേറ്റം കൊണ്ടല്ല, ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചത് മുഴുവൻ കർഷകരും അതുപോലെ കർഷക തൊഴിലാളികളുമാണ്. അതാണ് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ഒരു മെയിൻ ആർഗ്യുമെൻറ്റ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ആ ബഫർ സോണിൽ നമുക്ക് ഒരു അല്പമെങ്കിലും ആശ്വാസം, അല്പമല്ല നമുക്ക് ആശ്വാസം കിട്ടും. അപ്പം ഈ പർട്ടിക്കുലർ കേസും ആ ഒരു ആംഗിളിൽ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയൂ.